ABA തെറാപ്പി എന്ന് വെച്ചാൽ ഞാൻ മനസ്സിലാക്കിയത് ആ ഒരു കുട്ടിയുമായിട്ട് വരുമ്പോൾ ആ കുട്ടിയുടെ എല്ലാ കാര്യങ്ങളും പരിശോധിച്ചതിന് ശേഷം ആ രീതിയിലുള്ള ചികിത്സയാണ്, ആ ഒരു ട്രീറ്റ്മെൻറ്റാണ് ABA തെറാപ്പിയിലേക്ക് കൊടുക്കുന്നത് അല്ലേ? ഓക്കെ. ഇനി ഈ ഇൻ്റർനാഷണൽ സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറയുമല്ലോ, അപ്പോൾ ആ ഒരു മെത്തേഡ് അവിടെ ഡോക്ടർ പരിശീലിച്ചു അല്ലെങ്കിൽ ചികിത്സ കൊടുത്തിരുന്നു. അതെന്തെന്നായിരുന്നു കൂടുതലായിട്ട് ഇൻ്റർനാഷണൽ ലെവലിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും സാധാരണഗതിയിൽ കൊടുക്കുക? ഓക്കെ, എനിക്ക് മെയിനായിട്ടൊരു ഡിഫറൻസ് ഇവിടെ ABA തെറാപ്പിയിൽ നമുക്ക് പുട്ട് ഓൺ ചെയ്യാൻ പറ്റുന്നത്, മെയിനായിട്ട് ഇപ്പം നേരത്തെ ചോദിച്ചല്ലോ ഇപ്പോൾ ക്ലിനിക്കിൽ എന്താ വ്യത്യാസം എന്നുള്ളത്. ഈ ABA തെറാപ്പിയിൽ ഏറ്റവും സ്പെഷ്യലൈസ്ഡ് ആയിട്ട് ഞാൻ മനസ്സിലാക്കിയത്, ഒരു കുട്ടി ഒരു സ്കില്ല് പഠിച്ചു, അൺലൈക്ക് എനി അതർ കൺവെൻഷണൽ തെറാപ്പീസ്, ഞാൻ അവരെയൊന്നും ഒഫെൻസീവായിട്ട് പറയുന്നതല്ല, ബട്ട് വാട്ട് ഈസ് ദ സ്പെഷ്യാലിറ്റി വിച്ച് ഐ സോ ഇൻ ABA എന്നുള്ളത് എനിക്ക് പറയണമല്ലോ. അതെന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു സ്കില്ല്, ഇപ്പോൾ എക്സാമ്പിൾ ഒരു കുട്ടീനെ ഒരു ആപ്പിൾ എന്ന് പഠിപ്പിക്കുകയെന്ന് വിചാരിക്കുക, ഇതെന്താ, ഇത് ആപ്പിൾ എന്ന് പഠിപ്പിക്കുകയാണെങ്കിൽ അത് നമ്മൾ ABA തെറാപ്പിയിൽ പറയുന്ന എസ്റ്റാബ്ലിഷിങ് സ്കിൽ എന്നാ പറയാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ദിവസം കഴിയുമ്പം അത് പഠിപ്പിക്കാതിരുന്നിട്ട് നമ്മൾ നോക്കും, ലൈക്ക് ഓവർ ഒരു വീക്ക് 2 വീക്കൊക്കെ കഴിയുമ്പോൾ നമ്മൾ പിന്നെയും ഒരു ആപ്പിളിൻ്റെ ഫോട്ടോയോ അല്ലെങ്കിൽ വേറെ ആപ്പിൾ